ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയിലെ അടുത്ത ക്ലാസ് ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിപരീത പദങ്ങളാണ്. വിപരീത പദങ്ങൾ അതായത് മലയാളത്തിലെ വിപരീത പദങ്ങൾ അല്ലെ, വിപരീത പദങ്ങൾ. ഇതൊന്നും നമ്മൾ 2 ക്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. 2 ക്ലാസ്സുകളിലായിട്ട് 50 വാക്കുകളുടെ വിപരീത പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളുടെ വൊക്കാബുലറി ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലേ. നിങ്ങൾ ആലോചിക്കണം, നമ്മളെ വിപരീത പദങ്ങളാണെങ്കിലും വേറെ ഏത് പദങ്ങളാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് എഴുതി തന്നെ പഠിക്കുക. കാരണം പദശുദ്ധി എന്നുള്ള ഭാഗത്ത് അത് ചോദിച്ചാൽ അവിടെയും നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ 51ാമത്തെ വാക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. അഭിജ്ഞ. എന്താണ് അഭിജ്ഞ? ഞാൻ നിങ്ങളെ എഴുതി പഠിപ്പിക്കുകയാണ് കേട്ടോ. നോക്ക്, അഭിജ്ഞ. അഭിജ്ഞയുടെ പറഞ്ഞു നോക്കൂ, കിട്ടുന്നുണ്ടോന്ന്. എന്നിട്ട് ഇതിലേക്ക് നോക്കാൻ പാടുള്ളൂ. അനഭിജ്ഞ എന്നതാണ് അഭിജ്ഞയുടെ ഓപ്പോസിറ്റ്. ഓക്കെ, അനഭിജ്ഞ. നെക്സ്റ്റ് സദ്ഗതി. ഏതാണ് സദ്ഗതി? സദ്ഗതിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ദുർഗതി ആണ്. സദ്ഗതിയുടെ ഓപ്പോസിറ്റ് ദുർഗതിയാണ്. ഓക്കെ, ആദി. ആദി പറയൂ, ഓപ്പോസിറ്റ് പറയൂ. അന്തമാണ് ഓപ്പോസിറ്റ്, അന്തം. ഓക്കെ, നെക്സ്റ്റ് അനവദ്യം. അനവദ്യം അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വദ്യമാണ് കേട്ടോ. അനവദ്യം ഓപ്പോസിറ്റ് വദ്യം. ഓക്കെ, നെക്സ്റ്റ് വിപുലം. പറഞ്ഞു നോക്കട്ടോ ഒപ്പം തന്നെ. വിപുലം. വിപുലം എന്താണ്? സംഗ്രഹമാണ് ഓപ്പോസിറ്റ്. വിപുലം സംഗ്രഹം. ഓക്കെ, ഗർഹ്യം. ഗർഹ്യം എന്താ ഓപ്പോസിറ്റ് വരുന്നത്? അഗർഹ്യമാണ്. അഗർഹ്യം. ഓക്കെ, ഗർഹ്യം അഗർഹ്യം. അപേക്ഷ. അപേക്ഷ എന്താണ് ഓപ്പോസിറ്റ് വരുന്നത്? ഉപേക്ഷ. അപേക്ഷയുടെ ഓപ്പോസിറ്റ് ഉപേക്ഷയാണ് കേട്ടോ. അപേക്ഷ ഓപ്പോസിറ്റ് ഉപേക്ഷയാണ്. മുഖ്യം. മുഖ്യം എന്താണ് ഓപ്പോസിറ്റ്? ഗൗണമാണ്. മുഖ്യത്തിന്റെ ഓപ്പോസിറ്റ് ഗൗണമാണ്. പഠിച്ചു വെക്കുക. ഓക്കെ, മുഖ്യം ഗൗണമാണ്. നെക്സ്റ്റ് അബദ്ധം. അബദ്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സുബദ്ധമാണ്. അബദ്ധം സുബദ്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ദുസ്സാധ്യം. ദുസ്സാധ്യം ഓപ്പോസിറ്റ് പറയൂ. സുസാധ്യമാണ് ദുസാധ്യത്തിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, സുസാധ്യം. രാഗം. രാഗത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ദ്വേഷമാണ്. ദ്വേഷം. ഓക്കെ, രാഗം ദ്വേഷം. വക്രം. വക്രത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഋജു ആണ് അല്ലെ. ഋജു. പറഞ്ഞു 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 ഇങ്ങനെ പോവാട്ടാ. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാ റിവിഷൻ ചെയ്യുന്നവർക്കും ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതായത് ഇപ്പൊ വക്രം എന്ന് പറയുമ്പോൾ പഠിച്ച ആളുകളാണെങ്കിൽ ഋജു എന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ മെമ്മറിയിൽ അത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ പഠിച്ചു പോവാ, പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ടിക്ക് ചെയ്ത് പോവാ. അറിയാത്തത് വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ഷണികം. ക്ഷണികം. ക്ഷണികത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്ഷണികത്തിന്റെ ഓപ്പോസിറ്റ് ശാശ്വതം എന്നാണ് കേട്ടോ. മാറി പോവാൻ പാടില്ലേ. ശാശ്വതം. ഓക്കെ, നെക്സ്റ്റ് മുന്നാക്കം. മുന്നാക്കത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പിന്നാക്കമാണ്. ഓക്കെ, മുന്നാക്കം പിന്നാക്കം. ക്ലിയർ ആവുണ്ടല്ലോ. മുന്നാക്കത്തിന്റെ ഓപ്പോസിറ്റ് പിന്നാക്കം. നെക്സ്റ്റ് ഭംഗി. ഭംഗിയുടെ ഓപ്പോസിറ്റ് എന്താണ്? അഭംഗിയാണ്. ഭംഗിയുടെ ഓപ്പോസിറ്റ് അഭംഗിയാണ്. ഓക്കെ, ദുർവ്യയം. ദുർവ്യയം. ദുർവ്യയം അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കൂ. മിതവ്യയം. ദുർവ്യയം മിതവ്യയം. ഓക്കെ, നെക്സ്റ്റ് 67ാമത്തേലേക്ക് നമ്മൾ കടക്കുകയാണ്. പുരോഗതി. പുരോഗതി. പുരോഗതിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പശ്ചാത്ഗതി എന്നാണ് കേട്ടോ. പുരോഗതിയുടെ ഓപ്പോസിറ്റ് പശ്ചാത്ഗതി. എന്താണ്? പുരോഗതി ഓപ്പോസിറ്റ് വരുന്നത് പശ്ചാത്ഗതിയാണ്. ഓക്കെ, നെക്സ്റ്റ് കഠിനം. ഓപ്പോസിറ്റ് പറയാ. കഠിനം മൃദുവാണ് അല്ലെ. കഠിനം മൃദുവാണ്. നെക്സ്റ്റ് ഭദ്ര. ഭദ്രയുടെ ഓപ്പോസിറ്റ് എന്താ? പറഞ്ഞു നോക്കൂ. അഭദ്ര. ഭദ്ര ഓപ്പോസിറ്റ് അഭദ്രയാണ്. 70. അധികം. അധികം ഓപ്പോസിറ്റ് പറയൂ. അധികത്തിന്റെ ഓപ്പോസിറ്റ് ന്യൂനമാണ്. അധികം ന്യൂനമാണ്. ഓക്കെ,
അടുത്തത് അധികം ന്യൂനം. രഹിതം, രഹിതത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സഹിതമാണ്. രഹിതം സഹിതം. ഓക്കെ, രഹിതം സഹിതം. അപകൃഷ്ടം, പറഞ്ഞു നോക്കട്ട. അപകൃഷ്ടം, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അപകൃഷ്ടം. ഓപ്പോസിറ്റ് ഉത്കൃഷ്ടം എന്നാണ് വരുന്നത്. അപകൃഷ്ടത്തിന്റെ ഓപ്പോസിറ്റ് ഉത്കൃഷ്ടമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപഗ്രഥനത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപഗ്രഥനത്തിന്റെ ഓപ്പോസിറ്റ് ഉദ്ഗ്രഥനമാണ്. ഇത് നിങ്ങൾ ഏത് ഗൈഡ് വാങ്ങിച്ച് പഠിക്കുകയാണെങ്കിലും അതിലുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് ആ വായിക്കാനുള്ള ഒരു വിരസത ഒഴിവായി കിട്ടും ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോ കേട്ടാ. ഓക്കെ, ഔദാര്യം. ഔദാര്യം എന്താണ്? അനൗദാര്യം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കുറേ തവണ അത് വായിച്ചാൽ നമുക്ക് ആ ഓർഡറിൽ അങ്ങനെ നമുക്ക് കിട്ടും. പക്ഷെ ചില സമയത്ത് നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ കിട്ടണമെന്നില്ല. അപ്പൊ ഈ രീതിയിലും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാം ഹാളിലെത്തിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആമയം. ആമയം ഓപ്പോസിറ്റ് എന്താണ്? ആമയത്തിന്റെ നിരാമയമാണ് ആമയത്തിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, നിരാമയം. നിന്ദ, നിന്ദിക്കുക എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ എന്താ അതിന്റെ ഓപ്പോസിറ്റ് വരിക? സ്തുതിയാണ്. നിന്ദയുടെ ഓപ്പോസിറ്റ് സ്തുതിക്കുകയാണ് അല്ലെ. നെക്സ്റ്റ് കാമ്യം. കാമ്യം എന്താണ് ഓപ്പോസിറ്റ് വരുന്നത്? നിഷ്കാമ്യമാണ് ഓപ്പോസിറ്റ് വരുന്നത്. കാമ്യത്തിന്റെ ഓപ്പോസിറ്റ് നിഷ്കാമ്യമാണ്. ഓക്കെ, കാമ്യം നിഷ്കാമ്യം. അടുത്തത് ത്യാജ്യം. ത്യാജ്യം ഓപ്പോസിറ്റ് എന്താ വരുന്നത്? ഗ്രാഹ്യമാണ് കേട്ടോ. ത്യാജ്യം ഗ്രാഹ്യമാണ്, മാറിപ്പോവാൻ പാടില്ല. ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്താ? ഉൽപ്പതിഷ്ണുവിന്റെ ഓപ്പോസിറ്റ് യാഥാസ്ഥികനാണ് കേട്ടോ. യാഥാസ്ഥിതികൻ. ഓക്കെ, യാഥാസ്ഥിതികൻ. യാഥാസ്ഥിതികൻ. നെക്സ്റ്റ് 80ാമത്തെ വാക്കിലെത്തി. പ്രത്യക്ഷം. പ്രത്യക്ഷം. പ്രത്യക്ഷത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പരോക്ഷം. ഒരുപാടുണ്ട്, നമ്മൾ ഇന്ന് ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 80 എണ്ണായിട്ടോ. അതായത് 30 വേർഡ്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുള്ള. അപ്പൊ ഒന്നും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. അഭിജ്ഞ എന്താണ്? അനഭിജ്ഞയാണ്. സദ്ഗതി എന്താ? ദുർഗതി. ആദി അന്തം. അനവദ്യം വദ്യം ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിപുലം ഓപ്പോസിറ്റ് സംഗ്രഹം. ഗർഹ്യം അഗർഹ്യം. അപേക്ഷ ഉപേക്ഷ. മുഖ്യം എന്താ വരുന്നത്? ഗൗണമാണ് മുഖ്യത്തിന്റെ ഓപ്പോസിറ്റ്. അബദ്ധം സുബദ്ധം. ദുസാധ്യം സുസാധ്യം. രാഗം ദ്വേഷം. വക്രം ഋജു. ക്ഷണികം. ക്ഷണികത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശാശ്വതമാണ്. ഓക്കെ, മുന്നാക്കം പിന്നാക്കം. ഭംഗി അഭംഗി. ദുർവ്യയം മിതവ്യയം. പുരോഗതി പശ്ചാത്ഗതി. കഠിനം മൃദു. ഭദ്ര അഭദ്ര. അധികം ന്യൂനം. രഹിതം സഹിതം. അപകൃഷ്ടം ഉത്കൃഷ്ടം. അപഗ്രഥനം ഉദ്ഗ്രഥനം. ഔദാര്യം അനൗദാര്യം. ആമയം നിരാമയം. ബോറടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മളെ ലക്ഷ്യത്തിനെയും ആ പോസ്റ്റിനെയും കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, നിന്ദ സ്തുതി. കാമ്യം നിഷ്കാമ്യം. ത്യാജ്യം എന്താണ്? ഗ്രാഹ്യമാണ്. ത്യാജ്യം ഗ്രാഹ്യം. ഉൽപ്പതിഷ്ണു യാഥാസ്ഥിതികൻ. പ്രത്യക്ഷം പരോക്ഷം. അപ്പൊ 80 ഓപ്പോസിറ്റ്സ് നമ്മളിപ്പോ ഇന്ന് തോടുകൂടി ഫിനിഷ് ആക്കിയിരിക്കുന്നു. പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക.